നഗരസഭാ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികളെ സഹായിക്കാൻ റോഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മലപ്പുറം കോട്ടക്കലിലെ നഗരസഭാ മുൻ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. നിലവിൽ ഏറ്റുമാനൂർ നഗരസഭാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന സുഗതകുമാറിനെയാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കോട്ടക്കൽ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന പി ക്ലെമന്റിനെയും ഈ കേസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിയായി ജോലി ചെയ്യവേ നടത്തിയ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 2020-21 വർഷത്തിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുഗതകുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ നേരത്തെ കോട്ടക്കൽ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയറും തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുമായ പി ക്ലെമന്റിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കോട്ടക്കൽ നഗരസഭയിൽ കോട്ടക്കുളം ഭാഗത്ത് ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കാൻ നഗരസഭ സ്ഥലം മാറ്റിവെച്ചിരുന്നു. ഈ 74 സെന്റ് സ്ഥലത്തു നിന്നും ഇതിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കി നൽകണമെന്ന ഉദ്ദേശത്തോടെ നഗരസഭാ സെക്രട്ടറി റോഡ് നിർമ്മിച്ചു നൽകിയത് വഴി 9.4 സെന്റ് സ്ഥലം നഷ്ടപ്പെടുത്തിയെന്നും റോഡ് നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തി നൽകിയ 2.82 സെന്റ് ഭൂമിയിൽ നിന്നും 1 സെന്റോളം മാത്രം ഉപയോഗിച്ചെന്നും ഫണ്ട് വകമാറ്റിയതായും പരാതി ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണം. അന്വേഷണത്തിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. തുടർന്നാണ് ഒന്നാം പ്രതിയായ എം സുഗതകുമാർ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തതായി വിജിലൻസ് കണ്ടെത്തുന്നത്. ഇദ്ദേഹം സർവീസിൽ തുടരുന്നത് തുടരന്വേഷണത്തിന് തടസ്സമാകുമെന്ന വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ വകുപ്പിന്റെ നടപടി. ഏറ്റുമാനൂർ നഗരസഭയിൽ ജോലി ചെയ്യുന്നതിനിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇദ്ദേഹം അഴിമതി ആരോപണത്തിൽ കുടുങ്ങിയിരുന്നു. നഗരസഭയിൽ ആരോഗ്യ വിഭാഗത്തിലും ശുചീകരണ വിഭാഗത്തിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ നിയമനം നടത്തിയത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു. വിഷയത്തിൽ ജില്ലാ കളക്ടർ സുഗതകുമാറിൽ നിന്നും വിശദീകരണവും തേടി. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.